ഞാൻ റെഡ് ചില്ലി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വിനാഗിരി ആഡ് ചെയ്യാം. അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വാട്ടർ കൂടി ആഡ് ചെയ്യാം. നമ്മൾ മല്ലി അതിനകത്ത് ഇട്ടൊന്ന് അതെല്ലാം കൂടി ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ്സ് ഒന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോക്ക് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ 2 സവാള അരിഞ്ഞത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അപ്പം കുറച്ച് ഇഞ്ചി കൂടി എടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം 2 ടൊമാറ്റോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം നമ്മൾ ആ സോക്ക് ചെയ്യാൻ വെച്ചേക്കുന്ന അതെല്ലാം കൂടി ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് പെരുംജീരകം ആഡ് ചെയ്യുക. കറി ലീഫ് ഉണ്ടെങ്കിൽ കറി ലീഫ് കൂടെ യൂസ് ചെയ്തോളൂ കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു മിക്സിങ് നമുക്കിതിലേക്ക് ഒഴിക്കാം. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം കുറച്ച് ടർമറിക് പൗഡർ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഒപ്പം സാൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ കൂടി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ട് അതിൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നന്നായിട്ട് തിളച്ചതൊന്ന് വറ്റിയതിന് ശേഷം എണ്ണ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പുതിന കൂടി ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈസി ചിക്കൻ കറി റെഡി.